സമ്മർദ്ദത്തിന്റെ പരകോടിയിൽ പതറിപ്പോയ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അയാൾക്ക്. അധികം ദൂരേക്കൊന്നും സഞ്ചരിക്കേണ്ട, അടുത്ത്, ഏറ്റവും അടുത്ത്. ഇത്തവണ വീണു പോകില്ലെന്ന് മനസ്സിലുറപ്പിച്ചു. ഒടുവിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ഈഡൻ ഗാർഡനിൽ കടപുഴകി വീണു. 2011 ഏകദിന ലോകകപ്പ് ഫൈനലിൽ സച്ചിനും വീരവും മല്ലിംഗക്ക് തലവെച്ചു കൊടുത്തപ്പോൾ വാൻഖഡയുടെ ആകാശത്ത് ഉരുണ്ടുകൂടിയ സമ്മർദ്ദത്തെ മുഴുവൻ അടിച്ചതിർത്തിയിലിട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ കുപ്പായത്തിൽ പുരണ്ട ചെളി ഉണങ്ങാത്തൊരടയാളക്കുറിയായി ഓർമ്മകളിൽ പുരണ്ടു കിടപ്പുണ്ടിപ്പോഴും. ദാ ബെഞ്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതുതലമുറക്കൊപ്പം അയാൾ ഇരിപ്പുണ്ട്. അന്ന് ഗംഭീർ ഇന്ത്യൻ ടീമിന് സംഭാവന ചെയ്തത് 97 റൺസാണ്. പൊന്നും വിലയുണ്ടായിരുന്നു അന്നതിന്. അങ്ങനെ സമ്മർദ്ദം ഉരുണ്ടുകൂടിയ മറ്റൊരാകാശത്തിന് താഴെ സഞ്ജുവിന്റെ സ്കോറും 97ആണ്. യാദൃശ്ചികമാകണം. ഗുഡകേഷ് മോട്ടിയെ അതിർത്തി കടത്തി സഞ്ജു അർദ്ധ സെഞ്ചുറി തൊടുമ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എണീച്ച് ഗംഭീർ കൈയടിക്കുന്നത് കാണാമായിരുന്നു. രവി ശാസ്ത്രി ആ ഇന്നിങ്സ് കണ്ട് പലകുറി കമന്ററി ബോക്സിലിരുന്ന് കാം ആൻഡ് കമ്പോസ്ഡ് എന്ന് ആവർത്തിച്ചു. ഫുട് വർക്കിനെ കുറിച്ച്, ഷോർട്ട് ബോളിൽ നിരന്തരം പരാജയപ്പെടുന്നതിനെ കുറിച്ച്, ലെഗ് സൈഡിലേക്ക് അധികം ഇറങ്ങി സ്റ്റെമ്പുകൾ തുറന്നു കാണിക്കുന്നതിനെ കുറിച്ച്, സഞ്ജു ആവർത്തിക്കുന്ന പിഴവുകളെ കുറിച്ച് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കിടയിൽ ചർച്ചകൾ പലതും അരങ്ങേറിയിരുന്നു. ഇപ്പോഴും അതുണ്ട്. എന്നാൽ ഒരല്പനേരത്തേക്ക് അതൊക്കെ മറക്കാം. കാരണം തലമുറകൾ ഓർമ്മിക്കാൻ പോകുന്ന ഒരു ഇന്നിങ്സ് ആണ് അയാൾ ഇന്നലെ രാജ്യത്തിന് വേണ്ടി സമ്മാനിച്ചത്.